ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ നോമ്പിന് ഞാൻ ഒന്നും തന്നെ ഒരുങ്ങിയിട്ടില്ല, ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയും വെളിച്ചെണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊരു സാധനം ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. നോമ്പിൻ്റെ അന്ന്, ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്ന് രാവിലെയാണ് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിൽ ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ ഐറ്റംസ്, അതുപോലെ തന്നെ അരിപ്പൊടി, ബിരിയാണി അരി, പഞ്ചസാര, പിന്നെ കുറച്ച് പച്ചക്കറി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇന്ന് പിന്നെ പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ദിവസമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പൊടി വാട്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് വേണം കുഴച്ചെടുത്ത് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പത്തിരിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. പൊടി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഞാനൊരു മസാല ബോക്സ് പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്കുള്ള പൊടികൾ തന്നെ ആദ്യം കുരുമുളകൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കുരുമുളകൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് എല്ലാ സ്പൈസസും കൂടി കൂട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി എല്ലാ മസാലപ്പൊടികളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ബോക്സിലേക്ക്. ഇപ്രാവശ്യത്തെ നോമ്പിന് ഒന്നും തന്നെ ഒരുക്കി വെച്ചിട്ടില്ല. ഭയങ്കര എന്തോ ഒരു മടി. അപ്പം ഒന്നും പ്രത്യേകിച്ച് കൂടുതലൊന്നും ഒരുക്കി വെച്ചിട്ടില്ല. ഈ മസാല ബോക്സിലാക്കി കൊടുക്കുന്നത് ഒരു ബോക്സിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഉപ്പ്, ഒരു ചെറിയ സ്പൂണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബോക്സ് അടച്ച് വെച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഈ ബോക്സ് എടുത്താൽ മതി. അതിലേക്കുള്ള എല്ലാ പൊടികളും അതിൽ തന്നെ ഉണ്ടാവും. പത്തിരിക്ക് കുഴച്ച് വെച്ചിരുന്ന പൊടിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി അതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് തേങ്ങയും കൂടി ഒഴിച്ചാൽ മതി. ഇന്ന് ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ 3-4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ കറിയിലേക്കും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ വേവിച്ചിട്ട് സ്നാക്സും ഉണ്ടാക്കാം. അതിനൊരു കഷ്ണം ചിക്കൻ കറിക്കും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിക്കൻ സമൂസയും പിന്നെ ഒരു റോളുമാണ് ഉണ്ടാക്കണത്. അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം ഈ മസാലയിട്ടും സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് മസാല ഒന്ന് നന്നായിട്ട് ചൂടാറിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സമൂസൻ്റെ ഷീറ്റ് വാങ്ങിയതാണ്, അതിൽ വെച്ചിട്ട് സമൂസ റോൾ ചെയ്തെടുക്കുന്നുണ്ട്.
പോലെ എല്ലാ സമൂസയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പകുതി മസാല ഞാൻ അവിടെ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം തേങ്ങയും ഇതെല്ലാം പച്ചമുളകും എല്ലാതും കൂടി ചതച്ചിട്ടിട്ട് പിന്നെ റോളാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം. ചിക്കൻ കറിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുത്തു. ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി സ്നാക്സ് ഒന്ന് പൊരിച്ചെടുക്കട്ടെ. പിന്നെ 2 ജ്യൂസ് അടിച്ചിരുന്നു. ഒന്ന് മുന്തിരി ജ്യൂസും പിന്നെ ബനാന ഷേക്കും ആയിരുന്നു. എല്ലാ സാധനങ്ങളും പിന്നെ ടേബിൾ മേക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.